ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ 2 ചെറിയ ഉപമകളുണ്ട്. ഓരോ ലൈൻ മാത്രമേ ഉള്ളൂ. വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും സുരക്ഷിതമായി വിലയേറിയ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നിലത്ത് കുഴിച്ചിടുകയായിരുന്നു. അന്ന് ബാങ്കോ ലോക്കറോ ഒന്നുമില്ലായിരുന്നു. 10 താലന്ത് ലഭിച്ചവനും 5 താലന്ത് ലഭിച്ചവനുമൊക്കെ വ്യാപാരം ചെയ്തെങ്കിൽ 1 ലഭിച്ചവൻ അത് കുഴിച്ചിട്ടു. പ്രത്യേകിച്ച് 1947 ചാവുകരൾ ചുരുൾ കണ്ടെത്തിയപ്പോൾ അതിലെ കോപ്പർ സ്ക്രോളിൽ യെരുശലേമിലും ചുറ്റുപാടും നിധികൾ കുഴിച്ചിട്ടതിൻ്റെ രേഖകൾ അതിലുണ്ട് എന്ന് കരുതി ട്രഷർ ഹണ്ടേഴ്സ് ഇപ്പോഴും പല സ്ഥലങ്ങളും കുഴിച്ചെടുക്കാറുണ്ട്. ആ നിധി കുഴിച്ചിടുകയാണ്. അത് കണ്ടെത്തിയ മനുഷ്യൻ വലിയ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. അതിൻ്റെ വില കൊടുത്ത് വാങ്ങിയെന്നല്ല അവിടെ പറയുന്നത്. വലിയ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കി. 2ാമത്തെ ലൈനിൽ പറയുന്നത് നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. ആ വ്യാപാരി വളരെ ബുദ്ധിമാനും വളരെ എക്സ്പേർട്ടുമാണ്. അദ്ദേഹം വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ അത് വിൽക്കുന്നയാളിന് അതിൻ്റെ വില അറിയുകയില്ല. അവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വിലയേറിയ മുത്ത് സ്വന്തമാക്കി. പരിശുദ്ധയായ മാതാവ് അതുപോലെ വിലയേറിയ മുത്ത് കണ്ടെത്തി, വിലയേറിയ നിധി കണ്ടെത്തി. ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി അവളെ തന്നെ സമർപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ മാനുഷിക ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് വില കൊടുക്കുന്നത്? വിലയേറിയത് കണ്ടെത്തുവാനായിട്ട് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെല്ലാം അവരുടെ പഴയ ജോലിക്ക് പോയപ്പോൾ അവർ ഒരു ഭൂതമായിട്ടാണ് കർത്താവിനെ കണ്ടത്. പക്ഷേ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു അത് നമ്മുടെ കർത്താവാണ്. ടു റിയലൈസ് ആൻഡ് റെക്കഗ്നൈസ് വാട്ട് ഈസ് പ്രഷ്യസ്. ഏറ്റവും വിലയേറിയതെന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം ശ്രേഷ്ഠമാകുന്നത്. നമ്മുടെ ഈ ഓട്ടം നടക്കുകയിൽ നമ്മൾ വിലയേറിയതൊന്നും കണ്ടെത്തുന്നില്ല. വില കുറഞ്ഞതിന് വേണ്ടി നമ്മുടെ ജീവനെ ഹോമിക്കുമ്പോൾ അവസാനമാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഞാൻ എന്തിനാണ് ഇതിനെല്ലാം ഓടിയത്, ഞാൻ എന്തിനാണ് ഇതെല്ലാം ശേഖരിച്ചു വച്ചിരിക്കുന്നത്, വിലയേറിയത് കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തുവാനും അത് കരഗതമാക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ ഓർക്കുന്ന ഒരു പുണ്യപിതാവാണ് ബഥനിയാശ്രമത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായ അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനി. അദ്ദേഹം മലങ്കര സഭയ്ക്ക് ചെയ്ത സംഭാവനകൾ, അനുഗ്രഹീതമായ ഒരു ആശ്രമം ഉണ്ടാക്കി ഭാരതീയമായ രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തി അതിനെ വളർത്തിക്കൊണ്ടുവന്നു എന്നതിനേക്കാൾ ഉപരിയായി അവികസിതമായ കൊല്ലം ഭദ്രാസനവും അതിനുശേഷം ബാഹ്യകേരള ഭദ്രാസനവും അതിനുശേഷം വളരെ അന്തർദേശീയമായ പല സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കൊല്ലം ഭദ്രാസനം പിന്നെ 5 ഭദ്രാസനമായി വിഭജിക്കപ്പെട്ടു. ബാഹ്യകേരള ഭദ്രാസനം 7 ഭദ്രാസനമായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യക്ക് പുറത്തുള്ള ഭദ്രാസനങ്ങൾ 3ഓ 4ഓ ആയി വിഭജിക്കപ്പെട്ട് വളർന്നു വലുതാകുന്നു. അങ്ങനെ വലിയൊരു ഭൂമികയിൽ നിന്നുകൊണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചൊരു പിതാവാണ്. മലയാ, സിംഗപ്പൂര്, അതുപോലെ തന്നെ ഡൽഹി, ബോംബെ, കൽക്കട്ട ഇതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ സഭയുടെ നാമ്പ് ഉയർത്തുവാൻ തക്കവണ്ണം അധ്വാനിച്ച ഒരു പിതാവാണ്. ആംസ്റ്റർഡാമിലും അതുപോലെ തന്നെ ഗ്ലാസ്ഗോയിലും എഡിൻബറോയിലും ഒക്കെയുള്ള അന്തർദേശീയ മീറ്റിങ്ങുകളിൽ മലങ്കര സഭയുടെ അംബാസിഡറായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ നൈർമല്യം മലങ്കര സഭയെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ്. 1941 ആലുവ വട്ടമേശ സമ്മേളനത്തിൽ എല്ലാവരും വീണ്ടും പട്ടമേക്കുവാനായിട്ട് തയ്യാറാകുന്ന ഒരു സന്ദർഭത്തിൽ, അതുപോലെ തന്നെ 1950 ചിങ്ങമനം വട്ടമേശ സമ്മേളനത്തിലും പരിപൂർണമായി സമാധാനത്തിന് വേണ്ടി വിധേയപ്പെടുവാൻ സമ്മതിച്ചപ്പോഴും
എല്ലാവരും സമ്മതിച്ചപ്പോൾ കൃശകാത്രനായ തെയോദോസ്യോസ് തിരുമേനി ചാടി എണ്ണീച്ച് പറഞ്ഞു, ഞാൻ പഴയ ചാണ്ടിയായി മരിച്ചാലും ഒരു പട്ടിയെപ്പോലെ എന്നെ കുഴിച്ചിടേണ്ടി വന്നാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയിൽ അംഗമായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അന്നത്തെ യുവജനങ്ങളൊക്കെ തടുത്തം പിടിച്ചെങ്കിലും അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളമൂതിക്കൊണ്ട് പുറത്തു വന്നത്. അന്ന് ആ സംഭവം നടന്നിരുന്നെങ്കിൽ എന്നും മലങ്കര സഭയ്ക്കൊരു കണ്ടകോടാലിയായി. അതിനെ കണ്ടാഭരണമാക്കി മാറ്റുവാൻ തക്കവണ്ണം ശക്തമായ നിലപാടുകൾ എടുക്കുകയും അതിനുവേണ്ടി നിലകൊണ്ട് ബാക്കി എല്ലാവരെയും അതിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭ. നമുക്ക് ഈ കേരളത്തിലെ സഭകളെല്ലാം പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇംഗ്ലീഷുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, റോമക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അന്ത്യോഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ബന്ധപ്പെടലിലെല്ലാം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരോട് ആരോടും നമുക്ക് വെറുപ്പോ വിദ്വേഷവുമില്ല. ഈ സഭ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഈ സഭ സ്വതന്ത്രമാണ്. ഈ സഭ റോമിനോടും അന്ത്യോഖ്യയോടും അതുപോലെയുള്ള ലോകത്തിലുള്ള എല്ലാ സിംഹാസനങ്ങളോടും സ്നേഹബന്ധത്തിൽ നിലനിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ, ദേശീയമായ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ, അതേ അവസരത്തിൽ തന്നെ ഇവരുടെ എല്ലാം നല്ല അംശങ്ങളെ ഉൾക്കൊള്ളുവാൻ, അതേ ആരാധനയായാലും വേഷവിധാനങ്ങളായാലും നിയമസംവിധാനങ്ങളായാലും നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പം തോളോട് തോള് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഈ കൊച്ചു സഭ എന്നും ശ്രമിച്ചിട്ടുള്ളത്, ഇന്നും ശ്രമിക്കുന്നത്. ആരും നമ്മുടെ ശത്രുക്കളല്ല, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. എന്നാൽ ഇത് സഭ പ്രഖ്യാപിക്കുന്ന നിലപാട്, അത് തെയോദോസ്യോസ് തിരുമേനി ഒരു നിർണായക ഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയിൽ ഒരു പട്ടിയെപ്പോലെ എന്നെ കുഴിച്ചിടേണ്ടി വന്നാലും, ഞാൻ പഴയ ചാണ്ടിയായി മാറിയാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയിൽ ഞാൻ അംഗമായിരിക്കുകയില്ല എന്ന് പറയുവാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ലഭിച്ചു. ശ്രേഷ്ഠമായത് കണ്ടെത്തി തനിക്കുള്ളതെല്ലാം അത് വിറ്റ് അതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും മനസ്സിലാക്കാതെ അതിൻ്റെ മാധുര്യം മലങ്കര സഭയ്ക്ക് നൽകിയ പുണ്യപിതാക്കന്മാരാണ്. അവരുടെ സ്മരണ നമുക്ക് ശക്തി പകരട്ടെ. നമ്മുടെ ജീവിതത്തിലും വിലയേറിയത് കണ്ടെത്തുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തരട്ടെ. കണ്ടെത്തിയാൽ ഉള്ളതെല്ലാം വിറ്റ് എല്ലാ അഫിലിയേഷനും എല്ലാ പൊസഷനും മാറ്റിവെച്ച് അതിനെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.